ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 422 പോയിൻ്റ് പോസിറ്റീവാണ്. S&P 44 പോയിൻ്റ്, നസ്ഡാക്ക് 124 പോയിൻ്റ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയൊരു നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുകയാണ്. ഏകദേശം 60 പോയിൻ്റ് നെഗറ്റീവായിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. മാർക്കറ്റ് ഫ്ലക്റ്റുവേഷൻ ആണ് വലിയൊരു കാരണം. കുറച്ച് നേരത്തെ നോക്കിയപ്പോഴത്തേക്കും നസ്ഡാക്കൊക്കെ വലിയൊരു നെഗറ്റീവിലായിരുന്നു. ഇപ്പം ഇതാ വീണ്ടും പോസിറ്റീവായി. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 100 പോയിൻറ്റിന് താഴെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം 52 പോയിൻറ്റ് നെഗറ്റീവായിട്ട് വീണ്ടും ട്രേഡ് ചെയ്യാണ്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇന്നത്തെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്നലത്തെ ലോ നോക്കുക. ഇന്നലത്തെ ലോയിൽ അത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും പറയാം. മുകളിലോട്ട് ഈ ഒരു ലെവൽ 24,545, 24,635 ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആകാണ്ട് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഒരു വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത്തരം ന്യൂസുകൾ വരുന്നതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റുകൾ മാർക്കറ്റിലുണ്ടാവും. അപ്പോഴത്തേക്കും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഈ 24,545, 24,635 മുകളിലോട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടാണ്ട് ഫ്യൂച്ചേഴ്സ് മുകളിലോട്ട് നോക്കുന്നതോ അല്ലെങ്കിൽ ലോങ് പൊസിഷനൊക്കെ ഓപ്ഷൻസിലെടുത്ത് വയ്ക്കുന്നതോ റിസ്ക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ന്യൂസ് ബേസ്ഡ് മാർക്കറ്റിൽ നമുക്കറിയാം, എപ്പോഴും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ലോകത്തിലെ ഏത് രാജ്യങ്ങൾ തമ്മിലായിരുന്നാലും അവിടെ ഒരു കറക്ഷൻ ഒരു സാധ്യതയുണ്ട്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. FIS പൈസ ഇന്ത്യൻ മാർക്കറ്റിൽ ഡംപ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഒരു പാനിക് സെല്ലിങ്ങിനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതൊരു മുകളിലോട്ട് ഉള്ളൊരു ബൈയിങ് ഹോൾഡ് ചെയ്യുന്നത് റിസ്ക്കാണ്. ഇതിൽ മുകളിൽ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,545, 24,635. താഴോട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,858, 23,751 താഴോട്ടുള്ള സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലൈനും കൂടെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് മിക്കവാറും താഴോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെൻസെക്സും ഈ ഒരു ലെവൽ 81,175 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ മുകളിലോട്ടുള്ള ലോങ് പൊസിഷൻ നോക്കാവൂ. താഴോട്ട് ഈ ഒരു സപ്പോർട്ടായിരിക്കും, ഇതിലായിരിക്കും ഒരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഉള്ളത്. നമുക്ക് 75 മിനിറ്റ്സിൻ്റെ ചാർട്ടിലോട്ട് പോവാം. 75 മിനിറ്റ്സിൽ 125 മിനിറ്റ്സിൻ്റെ ഈ ഒരു സോണുണ്ട് മുകളിലോട്ട്. ഏകദേശം ആ ഒരു ലെവൽ വരുന്നതെന്ന് പറയുന്നത് 24,603, 24,698. ഓക്കെ, ഈ ഒരു ലെവല്, ഈ ഒരു ബോട്ടം ഏകദേശം 24,200 ലെവല്, 24,200 ലെവല് മാർക്കറ്റിൽ ഈ വരും ദിവസങ്ങളിൽ, ഇപ്പം ഇന്നോ നാളെയോ ഒക്കെ താഴോട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിങ്, ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവല്, ഇന്നലത്തെ ലോ, അതുപോലെ തന്നെ 2 ദിവസത്തിന് മുന്നുള്ള ഈ ഒരു ലോ 24,200 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതുവരയ്ക്കും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 75 മിനിറ്റ്സിൻ്റെ 23,784, 23,872 ലെവൽ വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ഈ ഒരു 75 മിനിറ്റ്സിൻ്റെ ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. 24,200 എപ്പോഴെങ്കിലും ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇന്നത്തെ ലെവൽസിലോട്ട് പോവാം.
CPR വരുന്നത് 24, 334, 388 വരെയാണ്. ഏകദേശം 50 പോയിൻറ്റിന് അടുപ്പിച്ചിട്ടുള്ള CPR ആണ് വരുന്നത്. ഇതിനുള്ളിലൊരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു CPRനുള്ളിലൊരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടും. 24, 334, 351 ലെവല് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 24, 288, 24, 273 നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് വരിക 24, 148, 24, 131, പിന്നെ വരുന്നത് ഏകദേശം 24,000-നടുത്താണ്. 24,060, 24,043 ഒരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. മുകളിലൊരു റെസിസ്റ്റൻസ് ഞാൻ വരച്ചിട്ടുള്ളൂ. 24,476, 24,500, 502 വരുന്ന ഒരു ഏരിയ. ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഇതിനുള്ളിൽ ഒരു ഗ്യാപ്പ് അപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. നമുക്ക് സെൻസെക്സിൻ്റെ ചാർട്ട് കൂടെ നോക്കാം. സെൻസെക്സിൽ CPR വരുന്നത് 80,392 തൊട്ട് 80,627 വരെയാണ്. അതിനുള്ളിലൊരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയയ്ക്കുള്ളിലൊരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ CPRലൊരു സപ്പോർട്ട് കിട്ടും. 80,390, 80,499 ഇവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത് 80,995, 81,078. താഴോട്ട് CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, CPRലോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ബ്രേക്കൗട്ടിനുള്ള സാധ്യത CPRലും ഉണ്ട്. CPR താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 80,177, 80,247 ഫസ്റ്റ് സപ്പോർട്ട്. രണ്ടാമത്തെ സപ്പോർട്ട് 79,686, 79,601. പിന്നെ വരുന്നത് 79,357, 79,265. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ തരാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.